iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി വെക്ടർ അനാലിസിസിൻ്റെ കൺസെപ്റ്റുകളും ബേസിക് വേണ്ട ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വെക്ടേഴ്സിൽ നിന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് വെക്ടർ ആർ ഡിനോട്ട്സ് ദ പൊസിഷൻ വെക്ടർ ഓഫ് any point in 3-dimensional space, then del dot r cap r raised to n is. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത് del dot r cap r raised to n ഈ ഒരു വാല്യൂ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഒരു പൊസിഷൻ വെക്ടർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിത് റേഡിയൽ ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടത്. റേഡിയൽ ഫോം നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിസ്കഷൻ്റെ അവസാനം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് റേഡിയൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയൽ ഫോമിൽ ഇപ്പോൾ ഡെൽ ഡോട്ട് എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ് ഇസ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r² ഇൻറ്റു എഫ് ഓഫ് ആർ. ഇതാണ് റേഡിയൽ ഫോമിലെ ഡൈവേർജൻറ്റ് ഇക്വേഷൻ. റേഡിയൽ ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? റേഡിയൽ ഫോമിൽ തീറ്റ ഡിപ്പെൻഡൻസോ ഫൈ ഡിപ്പെൻഡൻസോ റോ ഡിപ്പെൻഡൻസോ വരുന്നില്ല. റേഡിയൽ ഫോമിൽ ഓൺലി ഡിപ്പെൻഡ് ഓൺ ആർ വാല്യൂസ്. സോ അതുകൊണ്ട് തന്നെയാണ് ഡെൽ ഡോട്ട് എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ് ഇസ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r² ഓഫ് എഫ് ഓഫ് ആർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r⁻n ആണ്. ആ r⁻n വാല്യൂ ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, നമുക്ക് ഉത്തരം കിട്ടും. സോ ദാറ്റ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r². അതുപോലെ തന്നെ എഴുതുക. എഫ് ഓഫ് ആർ എന്താണ്? r⁻n നമ്മൾ എന്ത് പറയുന്നത്? എഫ് ഓഫ് ആർ എന്ന് പറയുന്നത്. സോ ഇവിടെ r⁻n ഓക്കെ ആണേ. ഈക്വൽ ടു 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n. രണ്ടും കൂടി ആഡ് ചെയ്യുക. സോ 2+n എന്ന് എഴുതാം അല്ലേ. ഇനി ഡോ ബൈ ഡോ എക്സ് ഓഫ് അല്ലെങ്കിൽ ഡോ ബൈ ഡോ ആർ ഓഫ് r⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nr⁻n-1 ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ ഈക്വൽ ടു 1/r² ഇൻറ്റു 2+n ഇൻറ്റു r⁻2+n-1, അതായത് nr⁻n-1. ഇവിടെ n സ്ഥാനത്ത് എന്താ ഉള്ളത്? 2+n എന്ന് പറഞ്ഞ വാല്യൂ ഉള്ളത്. ഈക്വൽ ടു ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് എഴുതുകയാണ്. സോ ഈക്വൽ ടു 1/r² ഇൻറ്റു 2+n r⁻2+n-1. ഈ r² കൂടി മുകളിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2+n ഇൻറ്റു r⁻2+n-1. ഡിനോമിനേറ്ററുള്ള r² മുകളിൽ വരുമ്പോൾ മൈനസ് വരും. സോ ഇവിടെ -2. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2+n ഇൻറ്റു r⁻n-1 ഇതാണ് നമ്മുടെ ഉത്തരം. 2+ അല്ലെങ്കിൽ n+2 ഇൻറ്റു r⁻n-1. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റേഡിയൽ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെയാണ്. അപ്പോൾ റേഡിയൽ ഫോമിൽ ഒരു കാര്യം നിങ്ങൾ റിമെമ്പർ ചെയ്യണം. ഡെൽ ഡോട്ട് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാമെങ്കിൽ ഇതും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് റേഡിയൽ ഫോം. അപ്പോൾ ഇങ്ങനൊരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഓർത്തിരിക്കുക. ഡെൽ ഡോട്ട് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഡെൽ ഡോട്ട് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? 3. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. നോക്കൂ. In order that the work done by a force is independent of physical path, then by the particle, the necessary and sufficient condition that F can be expressed as. So
ഇത് ഇലക്ട്രോഡൈനാമിക്സും വെക്ടറും റിലേറ്റ് ചെയ്ത് വരുന്നൊരു കൺസെപ്റ്റാണ്. ഒറ്റ കാര്യം ഓർത്തിരിക്കുക, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ മാത്തമാറ്റിക്കൽ ഫോമിലാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഫോഴ്സ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. വി ഈസ് ദ പൊട്ടൻഷ്യൽ, ഡെല്ല് കൂടി ഇതിനൂടെ ചേരുമ്പോൾ അത് ഡെൽ വി, ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഗ്രേഡ് വി എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡെൽ വി. ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയമെൻഷൻ അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻ അനാലിസിസ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫോർമുല ഫോർ ഓസിലേറ്ററി മോഷൻ ഈസ് റോങ് ഓൺ ഡയമെൻഷണൽ ബാക്ക്ഗ്രൗണ്ട്? വൈ റെപ്രസെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, A represent amplitude, T is the time, and capital T is the period, nu is the frequency, omega is angular frequency, lambda is the wavelength. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസിൽ ഡയമെൻഷണൽ അനാലിസിസ് അനുസരിച്ച് ഒരു ഇക്വേഷൻ മാത്രം ശരിയാണ്. ആ ശരിയായിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നുള്ള, ശരിയെന്നല്ല, റോങ് എന്ന് ചോദിച്ചാൽ റോങ് ഓൺ ഡയമെൻഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതോ ഒരു ഇക്വേഷൻ തെറ്റുണ്ട്. ആ തെറ്റായിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതാണ്, ഡി. എങ്ങനെ മനസ്സിലായി ഡി ആണെന്നുള്ളത്? ഡയമെൻഷണൽ അനാലിസിസ് അനുസരിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷൻ ഫോർമുലയും റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷൻ ഫോർമുലയും തുല്യമാവണം. നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ഈ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ലെഫ്റ്റും റൈറ്റും ഡയമെൻഷനലി തുല്യമായാൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, y. സോ വൈന് നമ്മൾ ഡയമെൻഷൻ ഫോർമുല അനുസരിച്ചിട്ട് എല്ലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, പിന്നെ ഇവിടെ നോക്കിയേ, എ ഡിവൈഡഡ് ബൈ ലാംഡയാണ്. എ ഡിവൈഡഡ് ബൈ ലാംഡ. എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്. സോ അത് നമുക്ക് ലെങ്തിൽ മെഷർ ചെയ്യാം. വേവ് ലെങ്ത് എന്ന് പറയുന്നതും ഒരു ലെങ്ത് ആണ്. സോ അതിന് നമുക്കും ലെങ്തിൽ തന്നെ മെഷർ ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നീളത്തിൽ മെഷർ ചെയ്യാം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ്, നീളത്തിലാണ്. നമ്മൾ ഇത്ര നാനോമീറ്റർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. സോ ഈ രണ്ട് എല്ലും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് ഒന്നുമില്ല. ഈ സൈൻ 2π × t/t അതിന് നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആംഗിളാണ് വരുന്നത്. അപ്പോൾ സൈൻ ഒരു ആംഗിളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല സാധാരണ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റിൽ എല്ലുണ്ട്, റൈറ്റിൽ 2 എല്ലും ക്യാൻസലായി പോയി 1 ആയി. അപ്പോൾ ലെഫ്റ്റും റൈറ്റും എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെ ഈക്വൽ അല്ല എങ്കിൽ ആ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി റോങ് ആണ്, നോട്ട് കറക്റ്റ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ മൂവിങ് ടു ദി നെക്സ്റ്റ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ് ഈസ് പാരലൽ ടു റിസൾട്ടൻ്റ് ഓഫ് എ ഈക്വൽ ടു 2i minus 4j plus k and b is equal to I plus j minus 2k. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറയുമ്പോൾ 2 കാര്യങ്ങൾ കൂടി നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യണം. 2 കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും. ഡോട്ട് പ്രൊഡക്റ്റ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is equal to modulus of A modulus of B cos theta. Okay, A dot B is equal to mod A mod B cos theta. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന എയുടെയും ബിയുടെയും മധ്യത്തിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് എ എന്ന് പറയുന്നൊരു വെക്ടറാണ് എ, ഇത് ബി എന്ന് പറയുന്നൊരു വെക്ടറാണ്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി is equal to modulus of A modulus of B cos 90. cos 90. സോ cos 90 എന്ന് പറയുന്നത് 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 0. അതായത് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ കണ്ടുപിടിക്കാം. എന്താണ്?
രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ഡോട്ട് പി എന്ന് പറയുന്ന ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്താണ്? പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷനാണ് എന്ത്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചോ, പിന്നീട് പഠിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എ ഡോട്ട് ബി 0 ആണെങ്കിൽ എയും ബിയും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വെക്ടറുകളാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എഴുതണം. ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ. സൈൻ തീറ്റ. ഇപ്പോൾ രണ്ട് വെക്ടറുകൾ ഇങ്ങനെ പാരലാണെന്ന് വിചാരിക്കുക, പാരലൽ. അപ്പോൾ ഇവിടേക്ക് ഇടയിലുള്ള ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ 0 ഈക്വൽ ടു 0. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് കൊടുക്കാം. സോ കണ്ടീഷൻ പാരലൽ. അപ്പോൾ രണ്ട് വെക്ടറുകൾ പാരലൽ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന വെക്ടർ വന്നിട്ടുണ്ടാവും, ബി എന്ന് പറയുന്നൊരു വെക്ടർ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് പാരലാണോ, പെർപെൻഡിക്കുലർ ആണോ, അല്ലെങ്കിൽ രണ്ടും ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ ഓപ്ഷൻസ് തരാം. അല്ലെങ്കിൽ എ എന്ന് പറയുന്നൊരു വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിനുശേഷം താഴെയുള്ള 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ ഏതാണ് എയുമായിട്ട് പാരലൽ ആവുന്നത്, അല്ലെങ്കിൽ ഏതാണ് എയുമായിട്ട് പെർപെൻഡിക്കുലർ ആവുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ് ഈസ് പാരലൽ ടു ദ റിസൾട്ടൻ്റ് ഓഫ് എ ആൻഡ് ബി. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രത്യേക ആംഗിൾ അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. എന്നിട്ട് ആ ക്രോസ് പ്രോഡക്റ്റ് പാരലാണോ എന്ന് തെളിയിക്കണമെങ്കിൽ കിട്ടുന്ന വെക്ടർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആവണം. പക്ഷേ ഈ പറയുന്ന ഓപ്ഷനിലുള്ള ഒരാളുകൾ നമുക്കങ്ങനെ 0 ആയി കിട്ടില്ല. അപ്പോൾ എയും ബിയും തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. ആ കിട്ടുന്ന ക്രോസ് പ്രോഡക്റ്റ് ഈ താഴെയുള്ള ഏതോ ഒരു വെക്ടറുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടിയാൽ മാത്രമേ അത് റൈറ്റ് ചോയ്സ് ആവുള്ളൂ. പക്ഷേ ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് വീണ്ടും ഓപ്ഷനിൽ നിന്ന് ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുന്ന ഒരു ഓപ്ഷൻ പോലും ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടത് നിങ്ങളോട് ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രയലായിട്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം. ഏതൊക്കെയാണ്? ഒന്ന്, രണ്ട് വെക്ടറുകൾ പാരലൽ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എ ഡോട്ട് ബി 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടറുകൾ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ ആണേ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ലാപ്ലേസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0? ഡെൽ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0. നമ്മൾ യുവിന് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതോ ഒന്ന് ഇടുമ്പോൾ ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ആദ്യത്തെ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഡെൽ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 1/r സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ഡോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് എഫ് ഓഫ് ആർ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ പറയുന്ന സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ലാപ്ലേസിൻ്റെ ആദ്യത്തെ ടേം മാത്രം പഠിച്ചിരിക്കുക. മിക്കവാറും പരീക്ഷകളിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ടേമുകൾ ചോദിക്കാറില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതിയിരിക്കുന്നത്. ദെൻ ഇവിടുത്തെ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ യു ആണ്. യുവിനെയാണ് നമ്മൾ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത്. സോ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ്
ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ ഓഫ് എഫ് ഓഫ് ആറിന് പകരം 1/r. അപ്പോൾ ഓർക്കുക, ഇവിടെ എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ എഫ് ഓഫ് ആർ എന്ന് തന്നെ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ യു എന്നോ വി എന്നോ ഒക്കെ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി അതാണെന്ന് പറഞ്ഞിട്ട്. സോ ഈക്വൽ ടു 1/r സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് 1/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1/r സ്ക്വയർ. ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഈ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തേ ഉള്ളൂ? ഈക്വൽ ടു 1/r സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് -1. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് വാല്യൂ? 0 ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r സ്ക്വയർ ഇൻറ്റു 0 ഈക്വൽ ടു എന്താണ്? 0 തന്നെ. ഇതാണ് ഉത്തരം. എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ആർ സ്ക്വയർ ഇട്ട് കൊടുത്താൽ ഇതൊരിക്കലും 0 ആവില്ല. ഇവിടെ 2r എന്ന് വരും, പിന്നെ 2r ക്യൂബ് എന്ന് വരും, പിന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 6r സ്ക്വയർ എന്ന് വരും. അങ്ങനെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇത് എന്ന് പറയുന്നത് സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. സോ അതിൻ്റെ അകത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഒരിക്കലും അത് 0 കിട്ടില്ല, കാരണം ഇതെല്ലാം പോസിറ്റീവ് ടേമാണ്. ഇനി അടുത്ത ഓപ്ഷൻ ആണെങ്കിൽ ആർ സ്ക്വയർ സൈൻ തീറ്റ പ്ലസ് കോസ് ഫൈ ആണ്. അത് രണ്ട് ടേമുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തീറ്റ ഡിപ്പെൻഡൻസ്, ആർ ഡിപ്പെൻഡൻസ്, ഫൈ ഡിപ്പെൻഡൻസ്, 3 ഡിപ്പെൻഡൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ ഒരിക്കലും 0 ആവില്ല. ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല, കാരണം ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും വരില്ല. സോ ആദ്യത്തെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ഇറട്ടേഷണൽ ദെൻ എ ക്രോസ് ബി ഈസ്. അപ്പോൾ ഇവിടെയും നമ്മൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇറട്ടേഷണൽ എന്താണ്, സോളിനോയിഡൽ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. സോ രണ്ട് വെക്ടറുകൾ ഇറട്ടേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് നമ്മൾ ഇറട്ടേഷണൽ എന്നാണ് പറയുന്നത്. ഇറട്ടേഷണൽ. ഡെൽ ഡോട്ട് എ ആണ് 0 എങ്കിൽ അതിന് നമ്മൾ സോളിനോയിഡ്. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ രണ്ട് വെക്ടറുകൾ പാരലൽ ആവാനുള്ള കണ്ടീഷനും രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഡെൽ ഡോട്ട് എ 0 ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന വെക്ടറെ സോളിനോയിഡൽ വെക്ടർ എന്നാണ് പറയുന്നത്. ഡെൽ ക്രോസ് എ 0 ആണെങ്കിൽ ആ വെക്ടർ നമ്മൾ റൊട്ടേഷണൽ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ഇറട്ടേഷണൽ, എയും ബിയും എന്താണ്? ഇറട്ടേഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ എഴുതി വയ്ക്കാം. എന്താണ്? ഡെൽ ക്രോസ് എ എന്ന് പറയുന്നത് ഇറട്ടേഷനിലാണ്. ദെൻ ഡെൽ ക്രോസ് ബി എന്താണ്? ഇറട്ടേഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എ ക്രോസ് ബി റൊട്ടേഷനിലാണോ, എ ക്രോസ് ബി സോളിനോയിഡിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. സോ ഇവിടെ ജനറലായിട്ട് നമുക്കൊരു ഫോം കൺസിഡർ ചെയ്യാം. അതായത് ഡെൽ ഡോട്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഡെൽ ക്രോസ് ബി പ്ലസ് ബി ഡോട്ട് ഡെൽ ക്രോസ് എ. ഇതൊരു ജനറൽ ഫോർമുലയാണ് കേട്ടോ. ഓപ്പറേറ്റേഴ്സ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുമ്പോൾ ഈ ജനറൽ ഫോർമുല നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് എ ക്രോസ് ബി ഈക്വൽ ടു എ ഡോട്ട് ഡെൽ ക്രോസ് ബി പ്ലസ് ബി ഡോട്ട് ഡെൽ ക്രോസ് എ. അപ്പോൾ ഇവിടെ ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 0 ആണ് അല്ലേ? ഡെൽ ക്രോസ് ബി എന്താ? ഇതും 0 ആണ്. ഇത് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും 0 ആണ്, ഇതും 0 ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് എ ക്രോസ് ബി ലെഫ്റ്റ് സൈഡ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? 0 അല്ലേ?
അപ്പോൾ ഡെൽ ഡോട്ട് സംതിങ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? സോളിനോയിഡൽ എന്ന് വിളിക്കാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എ ക്രോസ് ബി എന്താണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? എ ക്രോസ് ബി, ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്താണ്? 0 ആണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നൊരു വെക്ടറാണ്. അപ്പോൾ ഡെൽ ഡോട്ട് സം വെക്ടർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? സോളിനോയിഡൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സോളിനോയിഡൽ. ഉണ്ടോ ഉത്തരം? അപ്പോൾ ആദ്യം ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കാര്യമാണ് നമുക്കവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എയും ബിയും ഇറൊട്ടേഷനിലാണെങ്കിൽ എ ക്രോസ് ബിയും എന്ത് തന്നെയാണ്? സോളിനോയിഡലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Given a vector A 3i plus 4j plus 2k, then a unit vector in direction of A. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് യൂണിറ്റ് വെക്ടർ. സോ യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? n cap is equal to vector A divided by modulus of A. എന്താണ്? വെക്ടർ A divided by modulus of A. ഇതാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വെക്ടർ A divided by modulus of A. വെക്ടർ A divided by modulus of A. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ മോഡുലസ് ഓഫ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോഎഫിഷ്യൻറ്റുകളുടെ സ്ക്വയർ സമ്മ് ചെയ്യുക. ഐയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 3. അപ്പോൾ എന്ത് എഴുതാം ഇവിടെ? 3 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 4 സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2. അപ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഈക്വൽ ടു റൂട്ട് 29 അല്ലേ? അപ്പോൾ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പോൾ വെക്ടർ എ ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, എത്താ 3i പ്ലസ് 4j പ്ലസ് 2k. അതിനെ ഒരു റൂട്ട് 29 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൻ ക്യാപ്പ് കിട്ടും. അപ്പോൾ എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 3i പ്ലസ് 4j പ്ലസ് 2k ഡിവൈഡഡ് ബൈ റൂട്ട് 29. ഇതാണ് ഉത്തരം. ഓക്കെ, ഇത് 3i പ്ലസ് 4j പ്ലസ് 2k ഡിവൈഡഡ് ബൈ റൂട്ട് 29. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. A force F is equal to 5i plus 2j Newton act about the origin at point 22 meter. The moment of force. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്താണെന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ മൊമെൻ്റ് ഓഫ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഈ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സംശയം വരില്ല. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്രോസ് എഫ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഇതൊരു ഒറിജിൻ പോയിൻ്റാണ്. സോ ഈ ഒരു ആക്സിസ് ഉണ്ട്. സോ ഈ ആക്സിസിലെ പോയിൻറ്റിനെയാണ് നമ്മൾ 2 എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഫോഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു 5i പ്ലസ് 2j. ഇത്രയും ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. ഇവിടുത്തെ പൊസിഷൻ വെക്ടറാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വെക്ടറിലേക്ക് മാറ്റുമ്പോൾ 2i പ്ലസ് 2j എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റൊട്ടേഷണൽ ഫോഴ്സ് അതിനെയാണ് നമ്മൾ ടോർക്ക് അഥവാ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ ഈ ഡോറിൻ്റെ ഡോറൊക്കെ നമ്മൾ തള്ളില്ലേ, ആ തള്ളുമ്പോൾ അവിടെ വരുന്ന ഫോഴ്സും ഈ മൊമെൻ്റ് ഓഫ് ഫോഴ്സാണ്. സോ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആർ ക്രോസ് എഫ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആറും ഉണ്ട് എഫും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക നോക്കാം. ആർ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്യുക? പ്ലസ് മൈനസ് പ്ലസ് എന്ന് എഴുതുക. ഇവിടെ ഡിറ്റർമിനൻ്റ് വരയ്ക്കുക. ഡിറ്റർമിനൻറ്റ്. ദെൻ ഇവിടെ ഐ, ഇവിടെ ജെ, ഇവിടെ കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആർ ക്രോസ് എഫ് ആണ്. ആർ എന്താ? 2i പ്ലസ് 2j. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2. ഇവിടെ 2 മാർക്ക് ചെയ്യുക. ജെയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2 മാർക്ക് ചെയ്യുക. കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തെഴുതുക? 0 എഴുതുക. ഫോഴ്സ് ഐയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 5. ജെയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2. കെയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 0. അല്ലേ? ചില ആളുകൾക്ക് ഇതൊക്കെ അറിയുന്നുള്ള ആളുകളുണ്ടാവും. കാരണം ഇതൊക്കെ +1 നമ്മൾ
ലോസ് ഓഫ് മോഷൻ അല്ല, വെക്ടേഴ്സ്, മോഷൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് പഠിക്കാം. ശരി, അപ്പോൾ ആർ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയുമോ? ആദ്യം ഈ പ്ലസും ഈ ഐയോടെ എഴുതാം, പ്ലസ് ഐ, എന്നിട്ട് ഐ ഉൾപ്പെടുന്ന കോളവും റോയും നിങ്ങളിങ്ങനെ മറച്ചു പിടിക്കുക. അതിങ്ങനെ കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ മറച്ചു പിടിക്കണം, കണ്ടോ? അപ്പോൾ എന്തുണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നത് വരും, 2ഉം 0യും 0യും 2യും. അപ്പോൾ എന്താ, 2 × 0 മൈനസ് 0 × 2. അപ്പോൾ പ്ലസ് ഐ ഇൻറ്റു 2 × 0 മൈനസ് 0 × 2. അടുത്ത മൈനസ് അല്ലേ, മൈനസ് ഏതാ ലെറ്റർ, ജെ. അപ്പോൾ മൈനസ് ജെ ക്യാപ്പ് ഉണ്ട് കേട്ടോ, ജെ ക്യാപ്പ് ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ, അതുൾപ്പെടുന്ന കോളവും ജെ ഉൾപ്പെടുന്ന കോളവും ജെ ഉൾപ്പെടുന്ന റോയും മായ്ക്കുക. ബാക്കി എന്തുണ്ട്, ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 5. അപ്പോൾ 2 × 0 മൈനസ് 0 × 5, 2 × 0 മൈനസ് 0 × 5. അടുത്തിട്ട് പ്ലസ് അല്ലേ, ഇവിടെ കെ അല്ലേ ഉള്ളത്, അപ്പോൾ പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കോളവും റോയും മാറ്റുക. ബാക്കി എന്തുണ്ട്, 2 × 2 മൈനസ് 2 × 5. അപ്പോൾ 2 × 2 മൈനസ് 2 × 5. ഓക്കെ, അപ്പോൾ ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇതും 0 ആണ്. അപ്പോൾ 0 മൈനസ് 0 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 2 × 2 4 ആണ്, 4 മൈനസ് 10 ഇസ് ഈക്വൽ ടു മൈനസ് 6k ന്യൂട്ടൺ മീറ്റർ. 6 ന്യൂട്ടൺ മീറ്റർ. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഈ പ്രോബ്ലത്തിലൂടെ നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ പാരലലാണോ പെർപെൻഡിക്കുലർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For two vectors a and b, so mod a plus b is equal to mod a minus b only when. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. സോ ഇത് ബി ഓപ്ഷനാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ബി, എയും ബിയും രണ്ട് വെക്ടറുകളാണ്. സോ അതിൻ്റെ മോഡുലസ് ഓഫ് എ പ്ലസ് ബിയും മോഡുലസ് ഓഫ് എ മൈനസ് ബിയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, എയും ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ രണ്ട് വെക്ടറുകൾ എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ പ്ലസ് ബി, ഐയുടെ കോയിഫിഷ്യൻ സം ചെയ്യുക, ജെയുടെ കോയിഫിഷ്യൻ സം ചെയ്യുക, കെയുടെ കോയിഫിഷ്യൻ സം ചെയ്യുക, ദെൻ അതിൻ്റെ മോഡുലസ് എടുക്കുക. നമുക്കപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ കിട്ടും. ഇനി എയുടെയും ബിയുടെയും ഐ ജെ കെ കോയിഫിഷ്യൻറ്റുകൾ മൈനസ് ചെയ്യുക, മോഡുലസ് എടുക്കുക, അപ്പോഴും നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് കിട്ടും. ആ രണ്ട് മാഗ്നിറ്റ്യൂഡുകളും തുല്യമാകണമെങ്കിൽ ഈ വെക്ടറുകൾ എങ്ങനെയായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറുകളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടാണത്. മോഡ് എ മൈനസ് ബി മോഡ് എ പ്ലസ് ബിയും തുല്യമാകണമെങ്കിൽ ആ രണ്ട് വെക്ടറുകൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആയാൽ മാത്രമേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. 3 vectors add to 0 as in the right triangle. The value of vector A is, A എന്ന് പറയുന്ന വെക്ടറിൻ്റെ വാല്യൂ ഓഫ് എ ഡോട്ട് ബി, വാല്യൂ ഓഫ് എ ഡോട്ട് ബി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. അപ്പോൾ എ ഡോട്ട് ബി എന്താ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ, മോഡ് എ മോഡ് ബി കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മോഡ് എ അതുപോലെ എഴുതാം, മോഡ് ബി അതുപോലെ എഴുതാം. എക്കും ബിക്കും നടുക്ക് വരുന്ന ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ എന്തെഴുതാം, കോസ് 90 ഡിഗ്രി. കോസ് 90 എത്രയാണ്, 0 ആണ്. അപ്പോൾ ടോട്ടൽ റിസൾട്ട് എന്താകും, 0. സോ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ ഉണ്ട്, അതെ എ ഓപ്ഷൻ. ഇതാണ് നമ്മുടെ ഉത്തരം. എന്താണ്, എ ഡോട്ട് ബിയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും അതേ കൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് എ ഈക്വൽ ടു മോഡ് എ ഈക്വൽ ടു 2 ആൻഡ് മോഡ് ബി ഈക്വൽ ടു 4,
വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ദെൻ മാച്ച് ദി റിലേഷൻ ഇൻ കോളം 1 വിത്ത് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ കോളം 2. അപ്പോൾ എ ഡോട്ട് ബിയുടെ 1, 2, 3, 4 റിസൾട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ റിസൾട്ടുകളുമായിട്ട് മാച്ച് ചെയ്യുന്ന ആംഗിളുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്ന എ ബി കോസ് തീറ്റ എന്നറിയാവുന്ന എല്ലാ ആളുകൾക്കും ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. എ ഡോട്ട് ബി, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. ശരിയല്ലേ? മോഡുലസ് ഓഫ് എ തന്നിട്ടുണ്ട്, എത്രയാ? 2. സോ 2 ഇൻറ്റു മോഡ് ബി 4 കോസ് തീറ്റ, അതായത് 8 കോസ് തീറ്റ എന്നാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. 8 കോസ് തീറ്റ എ ഡോട്ട് ബി. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 8 കോസ് തീറ്റ. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. തീറ്റ 0 കൊടുക്കുകയാണ്. തീറ്റ 0, കോസ് 0 എത്രയാ? 1 ആണ്. അപ്പോൾ എ ഡോട്ട് ബി എത്ര കിട്ടണം? 8 കിട്ടണം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണം? 8 കിട്ടണം. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കിയാൽ ബി ബി എ ഡോട്ട് ബി 0 കിട്ടാൻ ഏത് ആംഗിൾ വേണ്ടത്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? ഇപ്പോൾ കോസ് 90, അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 8 കോസ് 90 ഡിഗ്രി. കോസ് 90 0. അപ്പോൾ എ ഡോട്ട് ബി 0 ആണെങ്കിൽ തീറ്റ എത്ര ആവണം? 90 ആവണം. അപ്പോൾ ഇതാണ് ഒരെണ്ണം അല്ലേ? അപ്പോൾ നിങ്ങൾ ഓപ്ഷനിലേക്ക് പോവുക. എ 2 വരുന്ന ഒരെണ്ണേ ഉള്ളൂ. എ 2 വരുന്ന ഒരെണ്ണം ഇത് എ ഓപ്ഷനാണ്. എ എന്ന് പറയുന്നത് 2 വരും. ബി നിങ്ങൾ നോക്കിയേ, എ ഡോട്ട് ബി എന്ന് പറയുന്നത് +8 കോസ് തീറ്റയാണ്. തീറ്റ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ തീറ്റ 0 ആവണം. അപ്പോൾ ഇതിങ്ങോട്ട് കണ്ടോ? അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. എ 2 ആണ്, പിന്നെ ബി 1 ആണ്. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓപ്ഷൻ കറക്റ്റായി. സോ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി 180 കൊടുക്കുകയാണെങ്കിൽ മൈനസ് വാല്യൂ വരും, കാരണം കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. സോ ഈ ഓപ്ഷൻ വരും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതാട്ടോ ഉത്തരം. വീണ്ടും ഡയമെൻഷണൽ ഫോർമുല എന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. വീണ്ടും ഡയമെൻഷണൽ ഫോർമുല. വിച്ച് എമംഗ് ദി ഫോളോവിങ് പെയേഴ്സ് ഡു നോട്ട് ഹാവ് ദി സെയിം ഡയമെൻഷൻ? ഇതിൽ ഏതോ ഒന്നിന് സെയിം ഡയമെൻഷൻ അല്ല, ഏതോ പേരുകൾക്ക് ഏതാണെന്നുള്ളതാണ്. സോ ഉത്തരം ഇതാണ്, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. എന്താണ്? ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതെങ്ങനെ മനസ്സിലായി? ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി is equal to density of any liquid divided by density of water at 4 degrees Celsius. Density of any liquid divided by density of water at 4 degree Celsius. അപ്പോൾ രണ്ടിടത്തും ഡെൻസിറ്റി ടേമുകളാണ് വരുന്നത്. മുകളിലും ഡെൻസിറ്റി വരുന്നുണ്ട്, താഴെയും ഡെൻസിറ്റി വരുന്നുണ്ട്. അപ്പോൾ മുകളിലെ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല, താഴെയും ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല. സോ രണ്ട് ഡയമെൻഷൻ ഫോർമുലയും ക്യാൻസലായി പോവുകയും നമുക്കൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? മാസ് ഡിവൈഡഡ് ബൈ വോളിയാണ്. അപ്പോൾ മാസിൻ്റെ എം, വോളിയത്തിൻ്റെത് L3. അപ്പോൾ ml⁻⁻3. അപ്പോൾ ഇതിന് ഡയമെൻഷൻ ഉണ്ട്, ഇതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇത് കറക്റ്റ് ആവുമോ? ഡു നോട്ട് ഹാവ് ദ സെയിം ഡയമെൻഷൻ ആവുമോ? ഇല്ല. അപ്പോൾ ഡി ആണ് നമ്മുടെ ഉത്തരം. പിന്നെ ആംഗുലർ മൊമെൻറ്റും ആക്ഷനും ഒരേ പാരാമീറ്ററാണ്. അതുപോലെ ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും രണ്ടും എനർജിയാണ്. അതുപോലെ മൊമെൻറ്റവും ഇമ്പൾസും P=mv എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം തന്നെയാണ്, പക്ഷേ കുറഞ്ഞ സമയത്തിന് അനുഭവപ്പെടുന്ന വലിയ ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ബോൾ കയ്യിൽ വീഴുമ്പോൾ അപ്പം അനുഭവപ്പെടുന്ന ആ ചെറിയൊരു ഫോഴ്സില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എം മാസുള്ള ഒബ്ജക്റ്റ് മുകളിലും താഴത്തേക്ക് വീഴുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ അതിൻ്റെ മൊമെൻറ്റം P=mv എന്നും ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ രണ്ടും ഒരേ സാധനം തന്നെയാണ്, ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വീണ്ടും വെക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
വെക്ടർ എ ഈസ് ഈക്വൽ ടു √3/2 i ക്യാപ്പ് പ്ലസ് 1/2 j ക്യാപ്പ്. ദെൻ എ മേക്സ് ആൻ ആംഗിൾ ഡാഷ് വിത്ത് ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. സോ വെക്ടർ എ ഈസ് ഈക്വൽ ടു √3/2 i ക്യാപ്പ് പ്ലസ് 1/2 ഇൻറ്റു ജെ ക്യാപ്പ്. ഇനി എക്സ് ആക്സിസുമായിട്ട് ഈ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ വെക്ടറിനെ വേണമെങ്കിൽ ബി വെക്ടർ എന്ന് എഴുതാം. ബി വെക്ടർ ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അല്ലേ, അപ്പോൾ അവിടെ ഐ ക്യാപ്പ് എന്ന് മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഐ ക്യാപ്പ് എക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജനറലി നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്, അത് ആരുമായിട്ടുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സുമായിട്ടുള്ള ആംഗിൾ. അപ്പോൾ എക്സിൽ എക്സ് മാത്രമല്ലേ ഉള്ളൂ, ജെയും കെയും ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എക്സ് ക്യാപ്പ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വെക്ടർ. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ ഫോർമുല പരിചയപ്പെടേണ്ടി വരും. അതായത് എ ഡോട്ട്, പുതിയ ഫോർമുലയല്ല, പഴയ ഫോർമുല തന്നെ, വേറൊരു രീതിയിൽ എഴുതും. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ അല്ലേ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഹോൾ ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഹോൾ ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. ദെൻ ഈ എ ഡോട്ട് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, മോഡുലസ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാം, മോഡുലസ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എ ഡോട്ട് ബി ഒന്ന് കണ്ടുപിടിച്ചാലോ. ഇത് എ, ഇത് ബി. എ ഡോട്ട് ബി ഇവിടെ ലെഫ്റ്റിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. എ തന്നിട്ടുണ്ടല്ലോ. എ എന്താ? √3/2 ഐ ക്യാപ്പ് പ്ലസ് 1/2 ജെ ക്യാപ്പ്. ബ്രാക്കറ്റ് ഇടുക, ഡോട്ട് ഐ ക്യാപ്പ് അല്ലേ. ഈ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഐയുടെ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റ് തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് ഇല്ല, ഐയുടെ കോഎഫിഷ്യൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? √3/2. √3/2. അപ്പോൾ എ ഡോട്ട് ബി എന്താണ്? √3/2. എ ഡോട്ട് ബി. ഓക്കെ. മോഡുലസ് ഓഫ് എ കണ്ടുപിടിക്കണം, മോഡുലസ് ഓഫ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ മോഡുലസ് ഓഫ് എ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ 3/4 പ്ലസ് ഇവിടെ എന്താണ്? 1/4 റൂട്ട് ഈക്വൽ ടു 4/4 റൂട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. മോഡുലസ് ഓഫ് എ 1 ആണ്. മോഡുലസ് ഓഫ് ബി എന്താ? ഒരു ടേം അല്ലേ ഉള്ളൂ. ഇപ്പോൾ √1² ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. അപ്പോൾ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി കണ്ടുപിടിച്ചു. √3/2 ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി 1 × 1. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? √3/2. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. സോ ഈ √3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/6 ആണ്. ഓക്കെ, π/6. അപ്പോൾ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് റിലേഷൻ ഈസ് നോട്ട് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഉത്തരം. എ ക്രോസ് ബി, എ ക്രോസ് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് ഡെൽ സ്ക്വയർ എ. കറക്ഷൻ എന്താണെന്ന് അറിയുമോ? അതെ, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട്, ക്രോസ് പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചായിരുന്നു, അത് പഠിക്കണം. ഒപ്പം ഈ കാര്യം കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ ആണ്. ഇവിടെ പ്ലസ് ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ. റോങ് ആയിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഡെൽ ക്രോസ് എ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇതൊരു വെക്ടർ, ഡെൽ എടുത്ത് കഴിഞ്ഞാൽ 0 ആണ്. ദെൻ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആർ നോട്ട് കറക്റ്റ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും അല്ല. ആദ്യത്തെ ഓപ്ഷൻ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് സോളിനോയിഡൽ ദെൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോളിനോയിഡ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇതല്ലേ സോളിനോയിഡ് ആവാനുള്ള കണ്ടീഷൻ. സോളിനോയിഡിൽ ഇറട്ടേഷനിലാകണമെങ്കിൽ
ഡെൽ ക്രോസ് എ 0 ആവണം, സോളിനോയിഡൽ ആവണമെങ്കിൽ ഡെൽ ഡോട്ട് എ എന്താവണം 0 ആവണം. ഓക്കെ ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡയമെൻഷൻ ഓഫ് ലഗ്രാഞ്ചിയൻ ഈസ്. ലഗ്രാഞ്ചിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എന്താണ് ലഗ്രാഞ്ചിയൻ അല്ലെങ്കിൽ എന്താണ് ഹാമിൽട്ടോണിയൻ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ലഗ്രാഞ്ചിയൻ L ഈസ് ഈക്വൽ ടു T മൈനസ് വി ആണ്. T എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഹാമിൽട്ടോണിയൻ ആണെങ്കിലോ H ഈസ് ഈക്വൽ ടു T പ്ലസ് വി ആണ്. അപ്പോൾ ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എനർജിയെ തന്നെയാണ്. ഒന്ന് എനർജിയുടെ സമ്മും ഒന്ന് എനർജിയുടെ ഡിഫറൻസുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടെ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല mL² T⁻⁻² ആണ്. അതെങ്ങനെ മനസ്സിലായി? നമ്മളൊരു ബോക്സ് പഠിച്ചായിരുന്നു, തിയറി പഠിച്ചപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ കുറേ ഡയമെൻഷൻ ഫോർമുല, ആക്സലറേഷൻ, വെലോസിറ്റി, ഫോഴ്സ്, ഇമ്പൾസ്, വർക്ക്, എനർജി, പവർ, ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബോക്സ് നമുക്കറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എഴുതാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് എനർജിയാണ്, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, mL² T⁻². അപ്പോൾ ലഗ്രാഞ്ചിയൻ എടുത്തു കഴിഞ്ഞാലും ഹാമിൽട്ടോണിയൻ എടുത്തു കഴിഞ്ഞാലും രണ്ടിനും ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ്. ബിക്കോസ് രണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എനർജിയെ തന്നെയാണ്. ഒരെണ്ണം എനർജിയുടെ ഡിഫറൻസും ഒരെണ്ണം എനർജിയുടെ സമ്മും. എന്ത് ഡിഫറൻസ്, എന്ത് സമ്മ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ്, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തത്, ഇഫ് എ ഈസ് ഈക്വൽ ടു √3/2 i cap plus 1/2 j cap, b is equal to 1/2 i cap plus √3/2 j cap, then the angle between the two vectors. നമ്മൾ കുറച്ച് മുമ്പ് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എക്സ് ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ നമുക്ക് പറയാം, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് തറാവും ക്വസ്റ്റ്യൻ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി അല്ലേ. അപ്പോൾ ആദ്യം എ ഡോട്ട് ബി നമുക്ക് കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു √3/2 i cap പ്ലസ് 1/2 j cap. ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടേക്ക്, ഡോട്ട്. അടുത്തത് 1/2 i cap പ്ലസ് √3/2 j cap. ഐയുടെ കോഎഫിഷ്യൻ്റ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √3/4 പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും, കെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഇല്ല. അപ്പോൾ √3/4. സോ 2√3/4. ഈ 4ഉം ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 അല്ലേ. മോഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് എ, നമുക്കിതിൻ്റെ മോഡ് എ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. മോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2². അപ്പോൾ 3/4 പ്ലസ് 1/4 ഈസ് ഈക്വൽ ടു 1. ഇനി മോഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √1/4 പ്ലസ് 3/4 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അത് രണ്ടും 1 ആണ്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ഹോൾ ഡിവൈഡഡ് ബൈ 1 × 1 കോസ് തീറ്റ ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ഇത് നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയായിരുന്നു. ഇതെന്താ? π/6 ആണ്. π/6 റേഡിയൻ. സോ നമ്മുടെ ഉത്തരം സി, π/6. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വിച്ച് among the following is true? ഇതിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. തിയറി പഠിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ലാപ്ലേഷ്യൻ ∇2φ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∇.∇φ ആണ്. ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തിട്ട് അതിന് ഡൈവേർജൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാപ്ലേഷ്യൻ കിട്ടും അല്ലേ. അതായത് ഡൈവേർജൻ്റ് ഓഫ് ഗ്രിഡ് φ ആണ് എന്ത്? ∇2φ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ട്രൂ ഏതാണെന്നുള്ളതാണ്. ഇത് തന്നെ ട്രൂ ആണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആളുകൾ നമുക്ക് വേണ്ട. എ ഈസ് ഈക്വൽ ടു എന്താണ്? ∇2φ ഈസ് ഈക്വൽ ടു ∇.∇φ. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, വിച്ച് among the following quantity is not a vector? ഇതിൽ വെക്ടർ അല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളതാണ്.
അപ്പോൾ വെക്ടേഴ്സും സ്കേലാസും ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ലീനിയർ മൊമെൻറ്റം P=mv, മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൽ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ആംഗുലർ മൊമെൻറ്റം എടുത്തു കഴിഞ്ഞാലും അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ടാൻജൻഷ്യൽ ടു സർഫസ് നമ്മൾ പറയാറുണ്ട്. പിന്നെ ആരെയുള്ളൂ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്തല്ല, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് ഇയറുകൾ. ലേറ്റസ്റ്റ് ആയിട്ട് 2019 സെറ്റിലും ഇതേ ക്വസ്റ്റ്യൻ ഒരു വ്യത്യാസവും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനും 90 വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇനേഷ്യയാണ് നമ്മളതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഐ എന്ന ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യും. I=mr² എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. സോ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. Let epsilon0 denotes the dimensional formula of the permittivity of vacuum. If m is the mass, L is the length, T time, I is the electric current. അപ്പോൾ epsilon0യുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് നമ്മൾ കുളംസ് ലോ എന്ന് പറഞ്ഞ ലോ ഉണ്ട്. ആ ലോ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മാത്രമേ epsilon0യുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. കുളംസ് ലോ പറയുന്നത് രണ്ട് ചാർജുകൾ, ഇവിടെ Q1 എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചിട്ടുണ്ട്, ഇവിടെ Q2 എന്ന് പറയുന്ന ചാർജ് വെച്ചിട്ടുണ്ട്. സോ ഇവർ തമ്മിലുള്ള അകലം സ്മോൾ r ആണെങ്കിൽ ഇവയ്ക്കിടയിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് F=1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇതാണ് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യും. ഈ epsilon0 നമ്മൾ പെർമിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്, പെർമിറ്റിവിറ്റി. അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള കോൺസ്റ്റൻറ്റുകളൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 1/4π കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ബാക്കി എന്തേ ഉള്ളൂ? F= എന്താണ്? Q1 Q2 ഡിവൈഡഡ് ബൈ epsilon0 ഇൻറ്റു r². സോ epsilon0 F Q1 Q2 ഡിവൈഡഡ് ബൈ F ഇൻറ്റു r². ലെഫ്റ്റും റൈറ്റും ഒരു T² ടേം കൊണ്ട് മൾട്ടിപ്പിൾ ഡിവൈഡും ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഒരു T² ഇടാം, ഡിവൈഡ് ചെയ്താൽ മതി. T², ഇവിടെ ഒരു T² ഇടുക. ഓക്കെ, കറണ്ട് I എന്ന് പറഞ്ഞാൽ എന്താ? Q/T ആണ്. അപ്പോൾ Q1/Tക്ക് വരെ നമുക്ക് I എന്ന് കൊടുക്കാം, Q2/Tക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? I എന്ന് കൊടുക്കാം. സോ epsilon0 ഡിവൈഡഡ് ബൈ T² ഈസ് ഈക്വൽ ടു I1 I2 ഓർ I എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ബാക്കി F r² എന്ന് എഴുതാം. ബാക്കി ഈ T² റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. epsilon0 ഈസ് ഈക്വൽ ടു T² ഇൻറ്റു I² ഡിവൈഡഡ് ബൈ F r². ഇനി ഓരോന്നിനും നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I ആണ് കേട്ടോ ഇത്, I. സോ T ആണെങ്കിൽ ക്യാപിറ്റൽ T², I ആണെങ്കിൽ കറണ്ടിൻ്റെത് I തന്നെയാണ്. സോ I² ഡിവൈഡഡ് ബൈ F m L T⁻², r² ആകുമ്പോൾ L². ഓക്കെ ആണോ? F= m ആണ്, മാസിൻ്റെ m, എയുടേത് L⁻². അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ T² I², എമ്മിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ m⁻⁻1. ദെൻ ഇവിടെ L²ഉം ഇവിടെ L⁻1 ഉണ്ട്. അപ്പോൾ L³ എന്ന് എഴുതാം. മുകളിലേക്ക് പോകുമ്പോൾ L⁻⁻3. പിന്നെ ഈ T² നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ T⁻². സോ ആദ്യം എമ്മിൻ്റെ ടേം നോക്കാം നമുക്ക്. ഒരു എമ്മിൻ്റെ ടേമേ ഉള്ളൂ. സോ m⁻⁻1. L നോക്കിക്കേ, L⁻3. L⁻3. ദെൻ ടിയുടെ ടേം T² ഉണ്ട്, പിന്നെ ഇവിടെ ഒരു T² ഉണ്ട്. അപ്പോൾ T⁻4. ദെൻ I², ഇവിടെ I ഉണ്ടെന്ന് നോക്കി, I². കണ്ടോ, ഇത്രയുള്ള പരിപാടി. ഇതാണ് epsilon0യുടെ ഡയമെൻഷണൽ ഫോർമുല. ഒന്നെങ്കിൽ ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക,
അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പഠിക്കുക. ഇതുപോലെ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കിട്ടിയാലും നിങ്ങൾ ചെയ്യും. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കാണാതെ പഠിക്കാൻ കാരണം വേറൊന്നും പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, 3 തവണ സെറ്റ് പരീക്ഷയ്ക്ക് ഈ സാധനം ഇതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് കാണാതെ പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം ബൈഹാർട്ട് പഠിക്കുക. ബൈഹാർട്ട് പഠിക്കുമ്പോഴും 1-2 തവണ ചെയ്ത് നോക്കുന്നത് മറ്റുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ് എക്സ് വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 അറ്റ് ദി പോയിന്റ് -1, -1, 2. നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ഉപയോഗം എന്തായിരുന്നു? അതായത് നമുക്കൊരു സർഫസിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ, എന്ത് ഇക്വേഷൻ? വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സർഫസ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വെക്ടറിലേക്ക് മാറ്റാനായിട്ട് ഡയമെൻഷൻ ഫോർമുലയല്ല ഗ്രേഡിയൻ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും സെയിം കൺസെപ്റ്റാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡെൽ ഫൈ. അപ്പോൾ നോക്കി എക്സും വൈയും ഇസഡും ഉള്ളത്. അപ്പോൾ ഏത് കോർഡിനേറ്റ്? ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് ഡെല്ലാണ്. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഡെൽ എന്താ? എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് ഫങ്ഷൻ എക്സ് വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ പ്ലസ് വൈ ക്യാപ്പ് ഡോ ബൈ ഡോ വൈ ഓഫ് സെയിം കാര്യം തന്നെ എക്സ് വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ. ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുക. സോ വൈ ക്യൂബും ഇസഡ് സ്ക്വയറും കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് കൊണ്ടുപോകാം. എക്സ് സ്ക്വയറിൽ എക്സ് ക്യാപ്പ് ഇൻറ്റു വൈ ക്യൂബും ഇസഡ് സ്ക്വയറും പുറത്ത് വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ. ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. പ്ലസ് വൈ ക്യാപ്പ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡെറിവേറ്റീവ് എടുക്കുക. സോ 3y സ്ക്വയർ ഇൻറ്റു എക്സ് ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡിൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇസഡിൻ്റെ മാത്രം മതി. സോ ഇസഡ് ക്യാപ്പ് ഇൻറ്റു 2z ഇൻറ്റു എക്സ് വൈ ക്യൂബ്. ഇത്തരം കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ വാല്യൂസ് അതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് -1 ഇവിടെ വേണം മാർക്ക് ചെയ്യാം. ഇവിടെ എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ്പ് വൈ ക്യൂബ്. വൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ വീണ്ടും ഒരു -1 വരും. സോ ഇൻറ്റു -1 ഇൻറ്റു ഇസഡ് സ്ക്വയർ. ഇസഡ് 2 ആണ്. സോ 4 പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു 3 ഇൻറ്റു വൈ സ്ക്വയർ 1 ഇൻറ്റു എക്സ് -1 ഇൻറ്റു ഇസഡ് സ്ക്വയർ 4 പ്ലസ് ഇസഡ് ക്യാപ്പ് 2. ഇസഡ് എത്രയാണ്? 2 ഇൻറ്റു എക്സ് -1 വൈ ക്യൂബ് -1. ഇത്രയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോവാം. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഡെൽ ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു -4i ക്യാപ്പ് -12j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. എൻ ക്യാപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഡെൽ ഫൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ ഫൈ ചെയ്താൽ മതി. മോഡുലസ് ഓഫ് ഡെൽ ഫൈ.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ മോഡുലസ് ഓഫ് ഡെൽ ഫൈ കണ്ടുപിടിക്കുക ഇവിടെ. മോഡുലസ് ഓഫ് ഡെൽ ഫൈ ഇതിൻ്റെ മോഡുലസ്, സോ റൂട്ട് ഓഫ് എത്രയാണ്, 16 പ്ലസ് 144 പ്ലസ് 16 ഇസ് ഈക്വൽ ടു 4√11 എന്നാണ്. ഫാക്ടറൈസ് ചെയ്താൽ മതി. സോ എൻ ക്യാപ്പ് ഇസ് ഈക്വൽ ടു മുകളിലെ ടേം -4 i ക്യാപ്പ് -12 j ക്യാപ്പ് പ്ലസ് 4 k ക്യാപ്പ് ഡിവൈഡഡ് ബൈ 4√11. 4 കട്ട് ചെയ്ത് കളയാം, ഇവിടെയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി കിട്ടുന്ന വാല്യൂ -1/√11 ഇൻറ്റു ഇവിടെ i. ഒരു മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും, ദെൻ ഇതും പ്ലസ് ആവും, ഇത് മൈനസ് ആവും. സോ i പ്ലസ് 3j മൈനസ് k ആവും. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡെൽ ഫൈ കണ്ടുപിടിക്കാൻ പഠിക്കണം, അതുപോലെ എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ ഫൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഡയമെൻഷൻ അനാലിസിസിലേക്ക് വരികയാണ്. ഇഫ് P is the pressure and V is the volume, the product PV has dimension. PVയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. വോളിയത്തിൻ്റെ എന്താ, V. ശരിയല്ലേ? അപ്പോൾ ഫോഴ്സ് mL(T⁻²) ഡിവൈഡഡ് ബൈ L² ഇൻറ്റു V L³. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിന് അതുപോലെ എഴുതാം. ദെൻ ഒരു L3 L⁻², T⁻², that is equal to m L⁴ L⁻², T⁻². Not option D, the right answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഈസ് നോട്ട് എ വെക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതാ വെക്ടർ അല്ലാത്തതിൻ്റെ അകത്ത്, ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന്. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ചിലതൊക്കെ നമ്മൾ ഈ ഭാഗമായിട്ട് പഠിക്കുന്ന കുറേ കൂടി ഈസിയസ്റ്റ് ആകും നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്ത് നോക്കണ്ട എന്നല്ല പറയുന്നത്, ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയ ശേഷം ഒന്ന് നോട്ട് ചെയ്യുക ഓരോ ചില വാല്യൂസ്. എല്ലാം കാണാൻ പഠിക്കാൻ നിൽക്കണ്ട, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ ε0 ഡയമെൻഷൻ ഫോർമുലയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതായത് ഓരോ കോർഡിനേറ്റ് സിസ്റ്റംസും. അപ്പോൾ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ∇² വാല്യൂ, ∇²φ അല്ലെങ്കിൽ ∇²AR ഇതിൻ്റെ വാല്യൂസിൻ്റെ ആഴത്തിട്ടത് മാത്രം കൂടുതൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എല്ലാം കൂടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും സിലബസ് കവർ ചെയ്യുമ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റുകൾ HK ദാസിൻ്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്, ലേറ്റസ്റ്റ് എഡിഷൻ 2020. അതുപോലെ തന്നെ ഹാഫ്കൻ്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സും കുറച്ച് ടഫാണ്, എങ്കിൽ പോലും അഡ്വാൻസ് ലെവലിൽ പഠിക്കേണ്ട ആളുകൾക്കൊക്കെ ആ പുസ്തകം റെഫർ ചെയ്യാം. ഒപ്പം NCERTയുടെ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഈ ഡയമെൻഷൻ ഫോർമുലകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.